അടിയടാ അവനെ. ആ നേതാവിനെ അടിയടാ. ആ ബസ് കത്തിയിരടാ. എടാ ഡ്രൈവറിനെ അടിയടാ. കത്തിയിരടാ അയ്യോ ദൈവമേ, മാനം മര്യാദക്കൊന്നും കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴേക്കും ആ സെക്രട്ടേറിയറ്റും പോലീസിന്റെ അടിയൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സത്യം പറഞ്ഞാൽ വളരെ മാന്യമായിട്ട് ഈ റൂട്ടിൽ പ്രൈവറ്റ് ബസ് ഓടിച്ചോണ്ടിരുന്ന. അപ്പൊ എന്റെ അളിയൻ പറഞ്ഞ് സെക്രട്ടേറിയറ്റ് ഒരു ധർണയുണ്ട്, ചെന്ന് കഴിഞ്ഞാൽ 10-30,000 രൂപ തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയി പോലീസിന്റെ ഇന്ന് നല്ല അടി കിട്ടി. ഇതാണ്ട് ചില്ലും പൊട്ടി കിടക്കുക. മുതലാളി വരുമ്പോ ഗ്ലാസ് ചോദിക്കുമ്പോ ഞാൻ എന്തോ എടുത്തോണ്ട് ചായ ഗ്ലാസ് എടുത്ത് കാണിച്ചാൽ മതിയോ? ഈ ഗ്ലാസ്സിന് ഞാൻ എന്തോ പറയോ എന്തോ. പെങ്ങളെ കെട്ടിച്ചു കൊടുത്തു പോയി. ഇല്ലെങ്കിൽ അളിയന്റെ ദേഹത്തോടെ ഞാൻ വണ്ടി കയറ്റി ഇറങ്ങിയേനെ. അളിയാ അളിയാ അളിയ അളിയ ഇപ്പൊ എന്തോന്ന് പറഞ്ഞത്? വണ്ടി കയറ്റി ഇറക്കുമെന്ന്. അളിയ എന്നെ ഏത് ജംഗ്ഷനിൽ കയറ്റി ഏത് ജംഗ്ഷനിൽ ഇറക്കും എന്നാണ് പറഞ്ഞത്? ജംഗ്ഷനല്ല, നിന്റെ ദേഹത്തോടെ വണ്ടി കയറ്റി ഇറക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചത്തൂലേ? ചാവണോടാ, നീയൊക്കെ എന്തിനാടാ ജീവനോട് ഇരിക്കണത്? ഇപ്പോൾ അളിയന്റെ പെങ്ങള് വിധവയായി പോകൂലേ അളിയ? നീ ചാവുന്നതിന് അവൾ എന്തിനു വിതിരെ പോണത്? ഇതിനെ പോണതാ? അയ്യോ, അളിയന്റെ പെങ്ങള് വിധവയായി പോകൂലേ എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കാരണം കൊണ്ടാണ് നിന്നെ ഞാൻ ഒന്നും ചെയ്യാത്തത്. ആ ഒരു സ്നേഹം അളിയൻ എന്റെ അടുത്ത് ഉള്ളതുകൊണ്ടാണ് അളിയന്റെ കൂടെ ഞാൻ നിൽക്കുന്നത്. ചുമ്മാ ഇരുടാ. ഇത് പറയുന്തോറും ആ പോലീസ് അടിക്കണതാണ് എന്റെ ഓർമ്മയിൽ കിടക്കണത്. നീ സുമതിയെ കണ്ടായിരുന്നാ? കണ്ടളിയാ 4 പെറ്റെന്നൊന്നും പറയൂല. എന്തൊരു ഗ്ലാമർ അളിയായി. ഏത് സുമതിയുടെ കാര്യം? കലിംഗമുക്കിലുള്ള സുമതി. കലിംഗമുക്കിലെ സുമതിയുടെ കാര്യമാണോ പറഞ്ഞത്? കിടക്കണ സുമതി ട്രാൻസ്പോർട്ട്. ഞാൻ വണ്ടിയുടെ കാര്യം ചിരിക്കണടാ. ഒരു വണ്ടി അടിച്ചു പൊട്ടിച്ചിട്ട് ഇപ്പുറത്തെ ക്ലാസ് പൊട്ടിയില്ലായിരുന്നു. അത് നിനക്ക് ഭയങ്കര വിഷമമായല്ലടാ അത് പൊട്ടാത്തത്. ഈടാ കണ്ടോടാ, ചില്ല് പൊട്ടിട്ട് മുതലാളി വരുമ്പോ ഞാൻ എന്തോ പറയൂടാ? കാക്ക തൂറി എന്ന് പറ. പിന്നെ കാക്ക കരിങ്കല്ലാണല്ലോ തിന്നിട്ട് വന്ന് അടുപ്പിടും അങ്ങനെ പൊട്ടാൻ. നമുക്ക് വെള്ള ഇൻസുലേഷൻ ഇല്ലേ, മറ്റേ അത് വെച്ച് ഒട്ടിച്ചാൽ അറിയില്ലല്ലോ. 50 ലക്ഷം രൂപ വണ്ടി ഇവൻ പറയണ കേട്ടോ, ഇൻസുലേഷൻ ഒട്ടിക്കാന്ന്. എടാ നീ ഒറ്റൊരുത്തൻ കാരണമാണ് ആ സമരത്തെ അത്രയും വലിയ അടി ഉണ്ടായത്. ഞാൻ എന്തോന്ന് അടി ഉണ്ടാക്കി അളിയാ? നീ എന്തിനാണ് ആ പോലീസിനെ കല്ലുറക്കി എറിഞ്ഞത്? സെക്രട്ടറി എന്റെ നടയിൽ കുറെ പോലീസായിരുന്നു. അത് എനിക്ക് പരിചയമുള്ളൊരു മുരളി പോലീസ് ഉണ്ടായിരുന്നു. അളിയനെയും കൂടെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഗുണമാവുമല്ലോ. ഞാൻ ഹീന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഈ ബഹളത്തിന്റെ ഇടയിൽ എവിടെ കേൾക്കാൻ? സാധാരണ ഒരാളെ നമ്മൾ വിളിക്കുമ്പോൾ വിളിയായിട്ടില്ല നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു ചെറിയ കല്ല എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് കെറിയും. ആ കല്ല് പോയി കൊണ്ടത് ഐജിയുടെ തലയില. അപ്പൊ തുടങ്ങിയ അടിയാണ്. അങ്ങനെ ഓട്ടോടി എവന്റെ മാട്ട പാർട്ടിയാണ്. നീ പാർട്ടി കുന്തോന്ന് പറഞ്ഞ് ഇനി നടക്കല്ലോ ഒരു മാട്ട പാർട്ടി. അങ്ങനെ പാർട്ടി മാത്രം കുറ്റം പറയരുത്. എന്റെ പാർട്ടിയിലെ അണികളെ എന്ന് ഞാൻ ഷെയർ ഇട്ട് പിരിച്ച് അളിയന്റെ ഈ ഗ്ലാസ് ഞാൻ മാറ്റിയിട്ട് തരുവളിയാ. നോക്കിക്കോളിയാ. 7 പേരുള്ളതാണ് ഇവന്റെ പാർട്ടി. അത് ഈ 6 ബംഗാളികള്. നല്ലൊരു പൊരിച്ചമീൻ കാണിച്ച ഈ 6 ബംഗാളികൾ അവിടെ ചാടും. അവൻ പറയണ അവന്റെ പാർട്ടി എന്ന്. അളിയ പാർട്ടിയെ മാത്രം കുറ്റം പറയരുത്. പാർട്ടി എന്ന് വെച്ചാൽ ഞാൻ മരിക്കും. ഉയിരാണ് എനിക്ക് ഉയിര്. പാർട്ടി അറിയാം. എന്റെ ഉയിരെ, നീ ഇവിടെ നിന്ന് ഇറങ്ങി പോവോ? ഭയങ്കര ശല്യമാണ് നീ. ദൈവമേ, മുതലാളി എങ്ങാൻ ഇതിപ്പോ വന്ന് കണ്ട ഞാനിപ്പോഴെന്തോ ചെയ്യൂ? അമറാൻ വന്ന അറിഞ്ഞല്ലേ? അമറാൻ വന്നു കഴിഞ്ഞാൽ നിന്ന് അമറാൻ പറയണം. അമറാനല്ല മുതലാളി, അവറാൻ വന്നു കഴിഞ്ഞാൽ അറിയാല്ലേ? ആരടാ വരണെന്ന്? അയ്യോ, എന്തെങ്കിലും കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്ക്. എന്തോന്നത്? മൂത്തും കയ്യിലൊക്കെ ഇതെന്തോന്നടാ? ഞാനിവിടെ അനങ്ങാതെ നിൽക്കുവായിരുന്നു മുതലാളി. ഒരു പട്ടി എന്നെ കൊണ്ട് വലിയൊരു കുഴി ചാടിച്ച്. അങ്ങനെയാണ് ഈ മുറിവൊക്കെ വന്നത്. വല്ല പട്ടികളും വിളിക്കുമ്പോ അതിന്റെ പുറകെ പോകേണ്ട വല്ല കാര്യമുണ്ടോ? അവന് ഓട്ടോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉഗ്ര ഓട്ടോ അല്ലായിരുന്നു. 4 വഴിക്കാണ് ഓടി തള്ളി കളഞ്ഞു. 4 വഴി ഉണ്ടായിരുന്നു. ഞാൻ വണ്ടി അതിന്റെ ഇടയിൽ കൂടെ ഓടിച്ചു കയറ്റിയെന്നാണ് പറഞ്ഞത്. ബ്രില്യന്റ്. നല്ല കളക്ഷൻ കിട്ടി കാണുമല്ലേ? കളക്ഷൻ നമ്മൾ ഉദ്ദേശിക്കാനാണ് കളക്ഷായിരുന്നു മുതലാളി. കംപ്ലീറ്റ് കളക്ഷൻ അളിയനാണ് വാങ്ങിച്ചു കിട്ടും. പിന്നെ മുതലാളി വരാൻ എന്താ ലേറ്റായി? മുതലാളി കുളിച്ചോണ്ട് ഡോക്ടറെ കാണാൻ പോയിരുന്നു. അയ്യോ, നിങ്ങൾ എന്തിനാണ് കുളിക്കുന്നത്? ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നത്? കുളിച്ച് കാണിക്കാനല്ല പോയത്, പിന്നെ കുളിച്ചിട്ട് മോനെയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോയിരുന്നു. ചെറുക്കന് വയ്യേ? അവന് തീരെ വയ്യടാ ഇപ്പോഴും. ഇവിടെ മെനിഞ്ഞാന്ന് ഞാൻ 300 രൂപ ഒരാളെ കടം വാങ്ങിച്ച് ഒരു സെക്കൻഡ് സൈക്കിൾ മേടിച്ചു കൊടുത്തു. ഇന്ന് രാവിലെ അതെടുത്ത് ചവിട്ടി അതിന്റെ ബോൾ കാട്ടി പേടിച്ചേക്കുന്നു. ബോൾ കാട്ടില്ല? സൈക്കിളിന്റെ ബാക്കിലൊരു സാധനം ഉണ്ടല്ലോ, മൾകാട്. അവിടെ ഇടിച്ച് ചെറുതായിട്ട് പെയിന്റ് പോയി. ചെറുതായിട്ടൊന്നും ആയിരിക്കില്ല, വലുതായിട്ട് പോയി കാണും. ചെറുതായിട്ട് പെയിന്റ് പോയാലും വണ്ടിക്കകത്ത് പൊടിയിരുന്നാലും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം ഞാനൊരു വണ്ടി സ്നേഹിയാണ്. അങ്ങനെയാണെങ്കിൽ മുതലാളിയുടെ വണ്ടി ഓട്ടിക്കുന്ന ഡ്രൈവർ എവിടെയും കൊണ്ടുവന്ന് ചെറിയൊരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ മുതലാളി എന്തോ പറയും? വേറൊന്നും പറയൂല. അവന്റെ കൈയിനെ ഞാൻ അടിച്ചു കൊടുക്കും. സൈഡ് ഗ്ലാസ് അഥവാ അറിയാതെ പൊട്ടിക്കഴിഞ്ഞാൽ മുതലാളി എന്തോ പറയും? 2 കാരങ്ങ് അടിച്ചു കൊടുക്കും. അഥവാ ഫ്രണ്ട് ഗ്ലാസ് ആണ് പൊട്ടി പോണെങ്കിൽ മുതലാളി എന്തോ കൊന്നു കളയും. അയ്യോ, എന്തോന്നടാ? അല്ല ചുമ്മാ അയ്യോ എന്ന് വിളിച്ചതാ. എടാ, ജംഗ്ഷനിൽ വന്നപ്പോഴേ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്തു? രണ്ടുപേരും കൂടെ ചേർന്ന് അങ്ങ് പൊട്ടിച്ചല്ലേ? മുതലാളി, അത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല യവൻ വിളിച്ചിട്ട് പോയതാണ്. ഒരു പെഗ്
എനിക്ക് വെച്ചേക്കുന്നത് ഒരു പെഗ്. ഒരു പെഗ്? ഈ കുപ്പി പൊട്ടിക്കുമ്പോ മുതലാളിക്ക് ഒരു പെഗ് വെക്കണമെന്ന് നിനക്ക് അറിഞ്ഞൂടാ? കുപ്പി പൊട്ടിച്ച കാര്യമാണോ? പിന്നെ നിങ്ങൾ എന്തോ കാര്യം ആലോചിച്ചത്? നമ്മൾ അല്ലാതെ വിചാരിച്ചാണ്. മുതലാളിക്ക് ഇപ്പൊ ഒരു കുപ്പിയുടെ ആവശ്യമില്ലേ? ഞാൻ എടുത്തോണ്ട് വരും മുതലാളി കുപ്പിയിൽ. എടാ ഉദയ, നീ വെള്ളമടിക്ക് എന്ത് വേലത്തരം കാണിക്കുക ചെയ്യും. പക്ഷേ രവി, എന്റെ രവിയുടെ ഈ രവിയെ നശിപ്പിക്കരുത്. ഇരവിയാ? ഈ രവിയെ നശിപ്പിക്കരുതെന്നും. അതെന്ത് കാര്യം? എടാ ഇവൻ ഒറ്റ ഒരുത്തം കാരണമാണ് എന്റെ ഈ ബസ്സില്ലേ നിൽക്കുമല്ലേ ഇങ്ങോട്ട് ചൂണ്ട്. എന്തിനാണ് എടാ എന്റെ ഐശ്വര്യമാണ് ഇവൻ. ഇവൻ ഒരുത്തുള്ളത് കൊണ്ടാണ് ഞാനും എന്റെ കുടുംബം ഇപ്പൊ ജീവിച്ചു പോന്നു. നിനക്കറിയാവോ, ഒരു ദിവസം രാവിലെ പണ്ടങ്ങോണ്ട് ഒരു ദിവസം ഒരു ഒട്ടിയ വയറും എക്കറുവിട്ട് എന്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു നിനക്ക് എന്ത് വേണം മോനെ എന്ന്. അപ്പൊ അവൻ പറയും എനിക്കൊരു ജോലി വേണമെന്നും. എന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചാവി എടുത്ത് ഞാൻ ഇവന്റെ കൊടുത്തിട്ട് പറഞ്ഞു ഈ വണ്ടി നിൽക്കുമല്ലേ നീ ഓട്ടിച്ചോടാന്ന് പറഞ്ഞു. അന്ന് തുടങ്ങി ഐശ്വര്യമാണ്. നിനക്കറിയാവോ, എന്റെ വീടിന് രവി ഭവനം എന്നാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഈ രവി ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു സംസാരിക്കുന്നു. നിനക്കറിയോ, എന്റെ കുടുംബ ഫോട്ടോയിൽ എന്റെ ഭാര്യയുടെ തല വെട്ടി മാറ്റിയിട്ട് ഈ രവിയുടെ തലയാണ് ഞാൻ ഒട്ടിച്ചു വെച്ചേക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, അവന് ഭ്രാന്ത്. അന്ന് തുടങ്ങി ഐശ്വര്യമാണ്. ഇനി എന്റെ ഈ വണ്ടി രവിയല്ലാതെ വേറെ ആരും ഓട്ടിക്കൂല. മറന്നുപോയി. കണ്ടു കാണും. കൈ പിടിച്ച് മാറ്റി. കളിക്കില്ലേ? എന്തോന്ന്? അല്ല, ഞാൻ ഇങ്ങനെ വെക്കുമ്പം നീ ഇങ്ങനെ വെക്കുമല്ലോ. അവൻ വെച്ച് കളിയാണെന്നത്. സീരിയസ് ആയിട്ട് കളിയിടാ വരുവാ. അപ്പൊ ഈ രവി മാത്രം എന്റെ ഈ വണ്ടി ഓടിച്ചാൽ മതി. പിന്നെ ഒരു പ്രത്യേക സന്തോഷകരമായ കാര്യം പറയാനുണ്ട്. നാളെ എന്റെ വീട്ടിൽ സിനിമ കാണാൻ ആള് വരും. അതെന്തോ വീട് പൊളിച്ചിട്ട് തിയേറ്റർ ആക്കിയോ? മനസ്സിലായില്ല. സിനിമ കാണാൻ ആൾക്കാർ വരും എന്ന് പറഞ്ഞു. എടാ എന്റെ മോള് സീമയെ കാണാൻ ഒരു കൂട്ടര് വരുമെന്ന്. ആണോ? പിന്നെ അവർക്ക് ഞാൻ ശ്രീധരമായിട്ട് കൊടുക്കാൻ പോകുന്നത് എന്തെന്നറിയാവോ? എന്തുവാ? ഈ കാണുന്ന ബസ്. അയ്യോ, എന്താ എന്താ? ഇല്ല, നീ പേടിക്കണ്ട. എവിടെ കൊണ്ടു കൊടുത്താലും ആ ബസിന്റെ ഡ്രൈവർ നീ തന്നെ ആയിരിക്കും കേട്ടാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാനേ നാളത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. 8 മണിയാകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പിന്നെന്ത്? വീട്ടിൽ ശരിയടാ, ഞാൻ പോണു. രക്ഷപ്പെട്ട്. ഇനി നാളെ ആരാണോ ദൈവമേ സ്ത്രീധനമായിട്ട് ഈ വണ്ടി മേടിക്കാൻ വരണത്? ഈ പൊട്ടിയതെങ്ങനെ? മുതലാളി, ഓ ചെറുക്ക എവിടെ ഉള്ളതെന്ന് പറഞ്ഞത്? പോയവന് എന്തിനാ വിളിച്ചത് നീ? അയാള് മാഞ്ഞോട്ട് പോയതല്ലേ? എന്തോ ഒന്നും പറഞ്ഞില്ല. ഞാൻ കേട്ടെ ചെറുക്ക എവിടെ ഉള്ളന്നല്ലേ? ചെറുക്കൻ കായംകുളത്ത്. കായംകുളത്തോടെ? പള്ളിമുക്കില്. എനിക്ക് അറിഞ്ഞൂടാത്ത സ്ഥലം അത്. അവിടെ എവിടെ? നമ്മളെ പോസ്റ്റ് ഓഫീസില്ലേടാ? പോസ്റ്റ് ഓഫീസിന്റെ അവിടെ എത്രയോ പ്രാവശ്യം ഞാൻ സത്യാഗ്രഹം കിടന്നേക്കണ്. അവിടെ നമ്മള് പോകുമ്പോ ഒരു ATM ഇല്ലേടാ? ഒരു ഗ്ലാസ് പൊട്ടി ATM. ഗ്ലാസ് പൊട്ടി ATM. ഇതേപോലത്തെ ഇങ്ങനെ പൊട്ടിയാണ് ATM കഴിഞ്ഞ് നമ്മളൊരു അമ്പലത്തിന്റെ സൈഡിൽ കൂടെ ചേർത്ത് കിടക്കുന്ന വഴി ഒരു കുളം അങ്ങ് താഴെ പോണം. നമ്മളെ മറ്റേ സദാശിവം കണ്ടാക്കില്ലേ? ഇല്ല, അവിടെ അവിടെ ഇല്ല ഇല്ല. കുളത്തിന്റെ ഇപ്പുറത്ത് മേലോട്ട് പോവാ. മേലോട്ട് തേരി അല്ല ഇനി അമ്പലം കഴിഞ്ഞ് മേലോട്ട് പോവാ. അമ്പലം കഴിഞ്ഞ് മേലോട്ട് ഇങ്ങി വരണം. പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിന് താഴോട്ട് പോകും. ഞാൻ അവിടെ നിന്ന് തരണമായിരുന്നത്. അല്ല അവിടെ അല്ല, ഒരു ATM പറഞ്ഞു. ATM അവിടെ എന്തോന്നു പൊട്ടിയ ഗ്ലാസ് അല്ല. ഡീറ്റെയിൽ പറയണു. പൊട്ടിയ ഗ്ലാസ് ഉള്ള ATM ഇതേപോലെ പൊട്ടിയത്. ഏതേപോലെ കണ്ട ഈ റൗണ്ടില്. എന്റെ സുമതി കരളിന്റെ നോവറിഞ്ഞ കളിവീണ പാടും കടലിന്റെ നൊമ്പരങ്ങൾ മുകിലായി നീ എന്തിന് സ്വപ്നമാ ഓടല്ലേ ഓടിയാ ലിവറിനെറിയാൻ. അയ്യോ, ഞാൻ എന്ത് തെറ്റടാ നിന്റെ അടുത്തൊക്കെ ചെയ്തത്? എന്റെ മോളെ നല്ലൊരു കല്യാണം പോയില്ലേടാ? ഈ പൊട്ടിയ ഗ്ലാസ്സുള്ള ബസ് എങ്ങനെടാ ഞാൻ അവർക്ക് ശ്രീധനം കൊടുക്കണത്? ദൈവമേ, ഇന്നലെയും സുമതിയെ കണ്ടൊരുമ കൊടുത്തതാണേ. എവിടെ പോ എന്റെ സുമതി? എന്നും രാവിലെ എന്നെ കണ്ണിറുക്കി കാണിക്കുന്നവളാണേ. എനിക്കൊന്ന് കാണാൻ എന്നെ കാണിക്ക് എന്റെ സുമതിയെ ഒന്ന്. അയ്യോ, എനിക്ക് കാണണ്ടേ എന്റെ സുമതിയെ കാണണ്ടേ? ഇന്നേ വരെ പഞ്ചറാവാത്തവളാണ് എന്റെ സുമതി. ഇവന്മാരെല്ലാം കൂടെ കൊണ്ടുപോയതാ തൊലച്ചുകൊണ്ടിട്ടേക്ക് എന്റെ സുമതി. പോണ്ട. ഞാൻ ഒരു കാര്യം ചെയ്തേ. എന്തോന്ന്? വണ്ടിക്ക് എന്തോലും 10-20,000 രൂപ പണിയേ ഉള്ളൂ. ഞാനൊരു 40,000 രൂപ മേടിച്ചു തരാം. നിനക്ക് എവിടെ നിന്ന് പൈസ ഇട്ടേ? എന്റെ അളിയൻ തരുമല്ലോ. അത് മതി. അളിയ 40,000 രൂപ കൊടുക്കണേ. എന്തൊരു കണക്കാണ് എന്റെ അതിലെ കൊണ്ടുവച്ചത്? നിന്റെ സ്വർണ്ണമാല പണയം വെക്കാലോ. ഇതാ ഇത് പണയം വെക്കാൻ പറ്റൂല. എന്താ? ഇത് വരണാണ്. വരവാണോ? അതാണ് വെക്കാൻ പറ്റൂല. പെങ്ങടെ താലി ഉണ്ടല്ലേ? അത് കല്യാണം കഴിഞ്ഞ അന്ന് വീട്ടിൽ കയറിയില്ല. അപ്പോഴേ ഞാൻ ഊരി മാറ്റി പണയം വെച്ചോളാം. ദൈവം പ്രമാണം പണയം വെച്ചല്ലേ അച്ഛൻ ജയിലിലായത്. നീ ബീഹാറിലാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കേട്ടതിന്റെ കുഴപ്പമാണ്. തീഹാർ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും മോനാളി പൈസ
എന്റെ മരുമോൻ വിളിക്കുന്നു. ഓ കല്യാണം മുടങ്ങി. ഓ മോനെ, ഓ ഓ ഓ ഓ ഓ ശരി മോനെ, ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. കാര്യങ്ങളൊക്കെ പറഞ്ഞടാ. ഈ ബസ് എങ്ങനെ പൊട്ടിയെന്നൊക്കെ അറിഞ്ഞോ? എടാ ഞാൻ ഇല്ലാത്ത നേരത്ത് നീയൊക്കെ രണ്ടും കൂടി രാവിലെ സെക്രട്ടേറിയറ്റ് ബസ് കൊണ്ടുപോയാ? പോയായിരുന്നു. അവിടെ സമരപന്തലിൽ കേറിയായിരുന്നു. ഇവിടെ ബസ് അടിച്ച് പൊട്ടിച്ചാ? ആ. നിങ്ങളെല്ലാം കൂടി ഒരു പോലീസുകാരന്റെ മണ്ട അടിച്ച് പൊളന്നാ? അടിച്ചാ ഞാൻ തന്നെ അല്ലേ? അവൻ വിളിച്ചപ്പോ മൈൻഡ് ചെയ്തില്ല. ഏത് പോലീസുകാരനാണത്? മുരളി പോലീസ്. മുരളി. ആ മുരളിയാണ് എന്റെ മോളെ കല്യാണം ആലോചിച്ച് വന്ന്, അറിയാമോ? മുരളി പോലീസാ? അപ്പൊ കല്യാണം മുടങ്ങിയാ? കല്യാണം മുടങ്ങില്ല. അവൻ പറഞ്ഞ് ഈ ഗ്ലാസ് പൊട്ടിയ വണ്ടി അവന് ശ്രീധരം മാറ്റി വേണ്ടാന്ന്. ഭാഗ്യം. പിന്നെ അവൻ പറയുവാ, ഞാൻ ദാ വരും നമ്മാവാ, ഇവന്മാർ രണ്ടുപേരും ഓടാതെ പിടിച്ചു വെച്ചോളെ. എന്തേലും ഒന്ന് ചെയ്യലിയാ. മുതലാളവൽക്കരണത്തിന് എതിരെ ഞാനും എന്റെ പാർട്ടിയും ഇന്നു മുതൽ സത്യാഗ്രഹം നടക്കുകയാണ് അളിയ സെക്രട്ടറിയുടെ നടയില്. നിനക്ക് കിട്ടിയതൊന്നും പോരല്ലടാ.